മഹാനായ അബ്ദുല്ലാഹിൽ മുബാറക് റളിയല്ലാഹു തആല അൻഹു പരിശുദ്ധമായ ഹജ്ജ് കർമ്മം കഴിഞ്ഞതിന് ശേഷം മസ്ജിദുൻ നബവിയിൽ റസൂലുള്ളാഹിന്റെ പള്ളിയിൽ കിടന്നുറങ്ങുകയാ. ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അബ്ദുല്ലാഹിൽ മുബാറക് റളിയല്ലാഹു തആല അൻഹു സ്വപ്നം കാണുന്നു. എന്താ സ്വപ്നം? ആകാശത്ത് നിന്ന് 2 മലക്കുകൾ ഇറങ്ങി വരികയാ. അതിൽ ഒരു മലക്ക് മറ്റൊരു മലക്കിനോട് ചോദിക്കുന്നു. ഞാൻ വളരെ ചുരുക്കി സംക്ഷിപ്തമായ ഒരു ചരിത്രം പറഞ്ഞുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഞാനൊരു വളരെ ചുരുക്കിയതാനും മിനിറ്റുകൾ മാത്രമേ എടുക്കുന്നുള്ളൂ, ശ്രദ്ധിച്ചു കേൾക്കണം. ഒരു മലക്ക് മറ്റൊരു മലക്കിനോട് ചോദിക്കുന്നു, ഈ പ്രാവശ്യം പരിശുദ്ധമായ ഹജ്ജ് എത്ര പേര് ചെയ്ത്? 10,000 ആളുകൾ ഹജ്ജ് ചെയ്ത്. എത്ര പേരുടെ ഹജ്ജ് അല്ലാഹു തആല സ്വീകരിച്ചിട്ടുണ്ട്? ചോദിക്കപ്പെട്ട മലക്ക് ഒരു നിമിഷം ഇങ്ങനെ നിശബ്ദമായി നിൽക്കുന്നു. എന്നിട്ട് പറയുന്നു, ഒരൊറ്റ ആളുടെ ഹജ്ജും അല്ലാഹു സ്വീകരിച്ചിട്ടില്ല. എല്ലാവരുടെ ഹജ്ജുകളിലും അപാകതയുള്ള ഹജ്ജായിരുന്നു. എല്ലാവരുടെ ഹജ്ജുകളും ന്യൂനതയുള്ള ഹജ്ജായിരുന്നു. ഒരാളുടെ ഹജ്ജും സമ്പൂർണമായി സ്വീകരിക്കപ്പെടാവുന്ന ഹജ്ജായിട്ടില്ല. എന്നാൽ ഹജ്ജ് ചെയ്യാത്ത ഒരാള്, ഈ പരിശുദ്ധ ഹജ്ജിനെത്താത്ത ഒരാള്, ഈ ഹജ്ജിന് വരാൻ കഴിയാതെ പോയ ഒരാള്, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആ ആളിനെ ഹാജിയായി പരിഗണിച്ചിരിക്കുന്നു. എന്നിട്ട് ആ ആളിന്റെ മഹത്വത്തിന്റെ പേരില് അയാളെ ഹാജിയായി പരിഗണിച്ചുകൊണ്ട് സ്വീകരിക്കപ്പെടാത്ത 10,000 ഹജ്ജുകൾ അല്ലാഹു സ്വീകരിച്ചിരിക്കുന്നു. ആരാണ് ആ ആള്? മലക്ക് വീണ്ടും ചോദിക്കുകയാണ്. അബ്ദുല്ലാഹിൽ മുബാറക് ഉറക്കത്തിലാണ്. അപ്പോൾ മറുപടി പറയുന്നു, അത് ദിമഷ്കിലുള്ള മുവഫഖ് എന്ന് പറയുന്ന ആളാണ്. ഇത്രയും പറയുന്നു. അബ്ദുല്ലാഹിൽ മുബാറക് ഞെട്ടി ഉണരുന്നു. അബ്ദുല്ലാഹിൽ മുബാറക് പരിഭ്രാന്തനായി പോയി. എത്ര പ്രതീക്ഷയോടെ താൻ ചെയ്ത ഹജ്ജ്, നാടിന്റെ എത്രയോ ഭാഗങ്ങളിൽ നിന്ന് വന്ന് 10,000 ചെയ്ത ഹജ്ജ്, ഇതിലൊരൊറ്റ ഹജ്ജ് പോലും സമ്പൂർണമായി സ്വീകരിക്കപ്പെട്ടില്ല എന്ന്. എന്നാൽ ഹജ്ജ് ചെയ്തിട്ടില്ലാത്ത ഒരാള്, ഹജ്ജ് ചെയ്യാനുള്ള അവസരം കിട്ടാത്ത ഒരാള് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അയാളെ ഹാജിയായി പരിഗണിച്ചു എന്ന്. എന്നിട്ട് അത് കാരണം എല്ലാവരുടെ ഹജ്ജുകളും സ്വീകരിക്കപ്പെടാത്ത ഹജ്ജുകൾ സ്വീകരിച്ചു എന്ന് അബ്ദുല്ലാഹിൽ മുബാറക് റളിയല്ലാഹു തആല അൻഹു തന്റെ മുന്തിയ കുതിരയുടെ പുറത്തേക്ക് കയറുകയാ. മദീനയിൽ നിന്ന് എത്രയോ ദൂരമുള്ള ദമാസ്കസിലേക്ക്, ദിമഷ്കിലേക്ക് തന്റെ കുതിരയെ തിരിച്ചുവിടുകയാ. ആ കുതിരപ്പുറത്ത് അബ്ദുല്ലാഹിൽ മുബാറക് ദീർഘമായി യാത്ര ചെയ്ത് ദമാസ്കസിലെത്തുകയാ, ദിമഷ്കിലെത്തുകയാ. ദമാസ്കസിലെത്തിയ അബ്ദുല്ലാഹിൽ മുബാറക് ഉയർന്ന തരം വസ്ത്രങ്ങൾ ധരിച്ച, മുന്തിയിലും കുതിരയുടെ പുറത്ത് വന്ന, കണ്ടാലേ കോടീശ്വരനാണെന്ന് തോന്നുന്ന അബ്ദുല്ലാഹിൽ മുബാറക് ദമാസ്കസിലെ അങ്ങാടിയിൽ വന്നിട്ട് ഇങ്ങനെ ഇറങ്ങുമ്പോൾ എല്ലാവരും അത്ഭുതത്തോടെ അബ്ദുല്ലാഹിൽ മുബാറക്കിനെ നോക്കുകയാ. അബ്ദുല്ലാഹിൽ മുബാറക് റളിയല്ലാഹു തആല അൻഹു ചോദിക്കുന്നു, ഈ നാട്ടിൽ ആരാണൊരു മുവഫഖ് ഉള്ളത്? ഈ നാട്ടിൽ ആരാണൊരു മുവഫഖ് ഉള്ളത്? നിങ്ങൾക്കറിയുമോ എന്ന് ചോദിക്കുമ്പോ എല്ലാരും മുഖത്തോട് മുഖം നോക്കി ചോദിക്കയാ, ആരാ മുവഫഖ്? ആരാ പേരുള്ള ആള്? ഒരാൾ വന്നിട്ട് പറയുന്നു, ഇവിടെ മുവഫഖ് എന്ന് പേരുള്ള ഒരാൾ നിങ്ങൾ അന്വേഷിച്ചു വരാൻ സാധ്യതയുള്ള ഒരാളില്ല. നിങ്ങൾ എവിടുന്നാ വരുന്നത്? ഞാൻ അല്ലാഹുവിന്റെ റസൂലിന്റെ നഗരത്തിൽ നിന്നാ, മദീനയിൽ നിന്നാ വരുന്നത്. മദീനയിൽ നിന്ന് അന്വേഷിച്ചു വരാൻ പറ്റിയ ഒരു മുവഫഖ് ഇവിടെയില്ല. ഈ പ്രദേശത്താകെ ഒരു മുവഫഖ് ഉള്ളത് കുറെ ദൂരെ ചെരുപ്പ് കുത്തി കൊടുത്തുകൊണ്ടിരിക്കുന്ന, ഞങ്ങളുടെയൊക്കെ ചെരുപ്പുകൾ പൊട്ടിയാൽ തുന്നിത്തരുന്ന ഒരു ചെരുപ്പ് കുത്തിയുണ്ട്. അയാളായിരിക്കാൻ സാധ്യതയില്ല നിങ്ങൾ അന്വേഷിച്ചു വരുന്നത്. പക്ഷേ അബ്ദുല്ലാഹിൽ മുബാറക് പറയുക, അയാൾ എവിടെയാണുള്ളത്, ഞാനൊന്ന് പോയി നോക്കട്ടെ. മഹാനായ അബ്ദുല്ലാഹിൽ മുബാറക് ആ ചൂണ്ടിക്കൊടുത്ത ഭാഗത്തേക്ക് കുതിരയെ തെളിക്കുകയാ. അവിടെ ചെല്ലുമ്പോൾ ഒരു പാവപ്പെട്ട മനുഷ്യനിരുന്ന് ചെരുപ്പ് കുത്തിക്കൊണ്ടിരിക്കുകയാ. അബ്ദുല്ലാഹിൽ മുബാറക് കുതിരപ്പുറത്ത് വന്നിറങ്ങി മുന്നിലേക്ക് എടുത്തപ്പോൾ ആ സാധുവായ എല്ലുന്തിയ മനുഷ്യൻ, ആ പൊട്ടിക്കീറിയ വസ്ത്രങ്ങൾ ധരിച്ച മനുഷ്യൻ, ആ പാവപ്പെട്ട മനുഷ്യൻ ഇങ്ങനെ അബ്ദുല്ലാഹിൽ മുബാറക്കിന്റെ ചെരുപ്പിലേക്ക് ആർത്തിയോടെ നോക്കുകയാ. ആരോ ചെരുപ്പ് കുത്താൻ വേണ്ടി വന്ന ആളാണെന്ന് കരുതി നോക്കുമ്പോൾ അബ്ദുല്ലാഹിൽ മുബാറക് യാതൊരു കുഴപ്പമില്ലാത്ത ചെരുപ്പായിട്ടിരിക്കുന്നത്. പിന്നാണ് മുഖത്തേക്ക് നോക്കുന്നത്. ആ മുഖം കണ്ട അബ്ദുല്ലാഹിൽ മുബാറക്കിന്റെ മുഖം കണ്ട മുവഫഖ് അത്ഭുതത്തോടെ, ഇതെന്തിനാ എന്റെ മുന്നിൽ ഇങ്ങനെ ഒരാൾ വന്നതെന്ന് തോർത്ത് അത്ഭുതത്തോടെ നിൽക്കുമ്പോൾ അബ്ദുല്ലാഹിൽ മുബാറക് മുന്നോട്ട് നടന്നു വരികയാ. അടുത്തെത്തിയപ്പോൾ മുവഫഖ് എഴുന്നേൽക്കുകയാ. ഏതോ ഒരു സാങ്കല്പിക ലോകത്തെന്നതുപോലെ അബ്ദുല്ലാഹിൽ മുബാറക് മുവഫഖിനെ കെട്ടിപ്പിടിച്ച് ചുംബിക്കുകയാ. ആവർത്തിച്ച് ചുംബിക്കുകയാ. മുവഫഖ് ഇങ്ങനെ എന്താണ് സംഭവിക്കുന്നതെന്നറിയാതെ അത്ഭുതത്തോടെ നോക്കി നിൽക്കുകയാ. അവസാനം അബ്ദുല്ലാഹിൽ മുബാറക്കിന്റെ കരവലയത്തിൽ നിന്ന് ഒരു വിധത്തിൽ മുവഫഖ് രക്ഷപ്പെടുകയാ.
മാറി നിൽക്കുന്ന മുവഫഖിനോട് അബ്ദുല്ലാഹിൽ മുബാറക് ഒരു കൊച്ചുകുട്ടിയെ പോലെ ചോദിക്കുക, എന്തൊരു ഭാഗ്യവാനാ നിങ്ങള്, എന്ത് സൽക്കർമ്മമാ നിങ്ങൾ ചെയ്തത്, പറഞ്ഞു തരുമോ? അബ്ദുല്ലാഹിൽ മുബാറക്കിനെ മുവഫഖ് തന്റെ ചെറ്റക്കൂലയിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയാ. ഈന്തപ്പന ഓലകൾ വെച്ച് കെട്ടിയ, ഈന്തപ്പന ഓലകൾ മാത്രം വെച്ച് കെട്ടിയ ചെറ്റക്കൂലയിലേക്ക് അബ്ദുല്ലാഹിൽ മുബാറക്കിനെ കൂട്ടിക്കൊണ്ടു പോവുകയാ. അവിടെ ചെന്നിട്ട് മുവഫഖിനോട് ചോദിക്കുന്നു, മുവഫഖേ നിങ്ങൾ എന്ത് നന്മയാ ചെയ്തത്? പരിശുദ്ധ ഹജ്ജിന് പോകാൻ നിങ്ങൾ തീരുമാനിച്ചിരുന്നോ? നിങ്ങൾ ഹജ്ജ് ചെയ്തോ? ഇല്ല, ഞാൻ ഹജ്ജ് ചെയ്തിട്ടില്ല. എനിക്ക് എന്റെ റബ്ബിന്റെ ഭവനം കാണാൻ, എനിക്ക് എന്റെ ഹബീബിന്റെ തിരുസവിധത്തിലെത്താൻ ഒരുപാട് ഞാൻ മോഹിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്തതാ. പക്ഷെ എനിക്ക് പരിശുദ്ധമായ ഹജ്ജിന് പോകാനുള്ള ഭാഗ്യം കിട്ടിയിട്ടില്ല. അതിനുള്ള സാമ്പത്തിക സംവിധാനം എനിക്കില്ല. പക്ഷേ ഞാൻ കുറെ കാലങ്ങൾ കൊണ്ട് ഒരു കാര്യം ചെയ്യുമായിരുന്നു. പട്ടിണിയിലും പരിവട്ടത്തിലുമായി കഴിയുന്ന ഫക്കീറായിട്ട് ജീവിക്കുന്ന ഞാൻ, എനിക്കെന്റെ ചെരുപ്പ് കുത്തുന്നതിന് കിട്ടുന്ന കൂലിയിൽ നിന്ന് ഒരു നാണയം ഞാൻ എല്ലാ ദിവസവും മാറ്റിവെച്ചുകൊണ്ടിരിക്കുമായിരുന്നു. എന്റെ പ്രിയപ്പെട്ട ഭാര്യ പോലും അറിയാതെ ഞാൻ മാറ്റിവെച്ച സമ്പാദ്യം, എന്റെ പ്രിയപ്പെട്ട ഭാര്യ പോലും അറിയാതെ ഞാൻ മാറ്റിവെച്ച ആ സമ്പാദ്യം എനിക്ക് പരിശുദ്ധമായ മദീനയിലും മക്കയിലും പോകാനും വേണ്ടി തികയുന്ന അവസ്ഥയിലെത്തിയെന്ന് എനിക്ക് തോന്നിയപ്പോൾ, ഈ പ്രാവശ്യത്തെ പരിശുദ്ധ ഹജ്ജ് കർമ്മത്തിന്റെ സമയമായപ്പോൾ ഞാൻ ഹജ്ജിന് പോകാൻ വേണ്ടി വല്ലാതെ ആഗ്രഹിച്ചു. പരിശുദ്ധമായ ഹജ്ജിന് പോകുമെന്ന് ഞാൻ എന്റെ ഭാര്യയോട് പറഞ്ഞു. നിങ്ങൾക്ക് എവിടെ പണമെന്ന് ചോദിക്കുമ്പോൾ ഞാൻ കാര്യം എന്റെ പ്രിയപ്പെട്ട ഭാര്യയോട് പറഞ്ഞു. എന്റെ ഭാര്യയ്ക്കും മക്കൾക്കും ഞാൻ പരിശുദ്ധ ഹജ്ജിന് പോകുന്നതിന്റെ സന്തോഷമായിരുന്നു. ആ സന്തോഷത്തിന്റെ ദിനരാത്രങ്ങൾ നിങ്ങൾ തള്ളിക്കൊണ്ടിരിക്കുകയാ. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ഒരു ദിവസം എന്റെ ജോലി ചെയ്തിട്ട് മാർക്കറ്റിൽ നിന്ന്, തെരുവിൽ നിന്ന് ചെരുപ്പ് കുത്തിയിട്ട് വീട്ടിലേക്ക് ഞാൻ തിരിച്ചു വരുമ്പോൾ എന്റെ പ്രിയപ്പെട്ട ഭാര്യ എന്നോട് പറയുന്നു, എന്റെ ഭാര്യ ഗർഭിണിയാണ്. ഗർഭിണിയായ വയറുന്തിയ എന്റെ പ്രിയപ്പെട്ട ഭാര്യ എന്നോട് വന്നിട്ട് പറയുന്നു, മുവഫഖേ അല്പം ഇറച്ചി കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട്, ഇറച്ചിക്കറി തിന്നാൻ വല്ലാത്ത മോഹം തോന്നുന്നു. പക്ഷെ നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി അറിയാവുന്നത് കൊണ്ട് ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടാതിരിക്കുകയാ. പക്ഷെ എനിക്കിപ്പോൾ സഹിക്കാൻ കഴിയുന്നില്ല. ഗർഭിണികൾക്കുണ്ടാകുന്ന ആഗ്രഹമുണ്ടല്ലോ, ചിലപ്പോഴൊക്കെ ചില സാധനത്തോട് തോന്നുന്ന വല്ലാത്ത കൊതിയങ്ങ് തോന്നിപ്പോയി മുവഫഖിന്റെ ഭാര്യയ്ക്ക്. എനിക്കൊരൽപ്പം ഇറച്ചി കഴിക്കണം, എനിക്ക് നിങ്ങൾ സഹായിച്ചേ പറ്റൂ. എങ്ങനെയാ ഇറച്ചി വാങ്ങുക? ഇറച്ചിക്ക് നമ്മുടെ കയ്യിലുള്ള ഹജ്ജിന് വെച്ചിരിക്കുന്ന പണം എടുത്തു കൊടുക്കാൻ ഞാൻ പറയുന്നില്ല. പക്ഷേ ആ വീട്ടിൽ തീ പുകയുന്നുണ്ട്, അവിടെ ഇറച്ചിക്കറിയുടെ സുഗന്ധം അടിച്ചു വീശുന്നുണ്ട്, ആ വീട്ടിൽ ഇറച്ചിക്കറി വെക്കുന്നുണ്ട്. നിങ്ങളൊരൽപ്പം ബുദ്ധിമുട്ടിയാൽ, നിങ്ങളൊന്ന് പോയിട്ട് പറഞ്ഞാൽ, അവരൊരൽപ്പം ഇറച്ചിക്കറി തന്നാൽ അൽഹംദുലില്ലാഹ് സന്തോഷമാകുമല്ലോ. നിങ്ങളൊന്ന് പോകുമോ? സത്യത്തിൽ എന്റെ അഭിമാനം എന്നെ അനുവദിച്ചില്ല. ആ വീട്ടിൽ പോയി യാചിക്കാൻ എന്റെ അഭിമാനം എന്നെ അനുവദിച്ചില്ല. എന്നാലും എന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ ആഗ്രഹമാണ്, പരിശുദ്ധ ഹജ്ജിന് പോകുന്നതിന് മുമ്പ് എന്നോട് പറഞ്ഞ ആഗ്രഹമാണ്. ആ ആഗ്രഹം സാധിച്ചു കൊടുക്കാതിരിക്കുന്നത് ശരിയല്ല. ഞാനൊരു പാത്രവും എടുത്തുകൊണ്ട് ആ വീട്ടിലേക്ക് പോവുകയാ. അടുത്ത് ചെന്നപ്പോൾ കതകുകളെല്ലാം കൊട്ടിയടച്ചിരിക്കുകയാ. ഞാൻ കതകിന് മെല്ലെ തട്ടി. കതകിന് തട്ടുമ്പോൾ വാതിലിന്റെ പിന്നിൽ ആ വീട്ടിലെ ഗൃഹനായികയായ സഹോദരി വന്ന് നിൽക്കുകയാ. ഞാൻ അവരോട് പറഞ്ഞു, ഞാൻ മുവഫഖ, അടുത്ത വീട്ടിൽ താമസിക്കുന്ന ആളാ, എന്റെ ഭാര്യ ഗർഭിണിയാ, ഞാൻ പരിശുദ്ധമായ ഹജ്ജിന് പോകാൻ തീരുമാനിച്ചിരിക്കയാ. ഗർഭിണിയായ എന്റെ ഭാര്യയ്ക്ക് വല്ലാത്ത ആഗ്രഹം ഒരൽപ്പം ഇറച്ചിക്കറി കഴിക്കണമെന്ന്. എന്റെ അടുത്തലാണെങ്കിൽ കട്ടിച്ച് ഹജ്ജിന് പോകുന്നതിന് ആവശ്യമായ ചെലവഴിക്കാനുള്ള പൈസ മാത്രമാണുള്ളത്. അതിനപ്പുറം എന്റെ അടുക്കൽ പൈസയില്ല. എനിക്ക് എന്റെ ഭാര്യയ്ക്ക് ഇറച്ചി വാങ്ങി കറി വെച്ചു കൊടുക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, ഒരൽപ്പം ഇറച്ചിക്കറി തരുമോ എന്റെ പ്രിയപ്പെട്ട ഭാര്യയ്ക്ക് കൊണ്ട് കൊടുക്കാൻ? ഞാനിതങ്ങ് ചോദിച്ചു കഴിഞ്ഞതോടെ കഥകവര് പിടിച്ചങ്ങടച്ചു. അകത്തു നിന്നവരെ എങ്ങലടിച്ചു പൊട്ടിക്കരയാൻ തുടങ്ങി. ഞാൻ വല്ലാതെ ലഭ്യനായി പോയി. ഞാൻ ഇറച്ചിക്കറി ചോദിച്ചും പോയി, അവര് കരയുകയും ചെയ്യുന്നു. ഞാൻ വല്ലാത്ത മാനസികാവസ്ഥയിലായി. ഞാൻ പുറത്തുനിന്ന് വിളിച്ചു പറഞ്ഞു, സഹോദരി, ഇറച്ചിക്കറി തരാൻ എന്തെങ്കിലും വൈഷമ്യമുണ്ടെങ്കിൽ, എനിക്ക് തരാൻ തികയില്ലെങ്കിൽ, നിങ്ങൾ വെച്ചുപോയത് വിളമ്പി തീർന്നു പോയെങ്കിൽ വേണ്ട, നിങ്ങൾ ദുഃഖിക്കണ്ട, ഞാൻ പോയേക്കാമെന്ന് പറഞ്ഞപ്പോൾ ആ പ്രിയപ്പെട്ട സഹോദരി അകത്തുനിന്ന് വിളിച്ചു പറയുന്നു, മുവഫഖേ ഇറച്ചിക്കറി വിളമ്പി തുടങ്ങിയിട്ടില്ല, ഇറച്ചിക്കറി തീർന്നു പോയിട്ടുമില്ല, അടുപ്പിൽ വെന്തുകൊണ്ടിരിക്കുകയായ ഇറച്ചിക്കറി. പക്ഷേ എന്റെ വീട്ടിൽ പാകം ചെയ്യുന്ന ഇറച്ചിക്കറി എനിക്കും എന്റെ കുഞ്ഞുങ്ങൾക്കും കഴിക്കല് ഹലാലായ കറിയാ. പക്ഷേ നിങ്ങൾക്കത് ഹറാമാണ് മുവഫഖേ.
അത് തരാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്, തരാൻ കഴിയില്ല, ഹറാമാണ് നിങ്ങൾക്ക്. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഇതെന്തായി പറയുന്നത്? അല്ലാഹുവിന്റെ ഹബീബിന്റെ ശരീഅത്തില് ഞാൻ വിശ്വസിക്കുന്ന, ദീനിൽ വിശ്വസിക്കുന്ന സഹോദരിയായി ഇവര് പറയുന്നു ഇവിടെ വെക്കുന്ന ഇറച്ചിക്കറി അവർക്ക് ഹലാലാണ്, എനിക്ക് ഹറാമാണെന്ന് പറയുന്നത് കേട്ട് ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഞാൻ വിനയപൂർവ്വം ചോദിച്ചു, എന്താ പെങ്ങളെ ഇങ്ങനെ പറയുന്നത്? എന്നെ ഒഴിവാക്കാൻ ഇങ്ങനെ അഭിപ്രായം പറയണോ? ഇല്ല പ്രിയപ്പെട്ട മോഫത്തെ, ഞാൻ സത്യമാണ് പറയുന്നത്. അറിയുമല്ലോ നിങ്ങൾക്ക് എന്റെ ഭർത്താവ് കുറെ ദിവസങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ട കാര്യം. ഞാനും അറിഞ്ഞ കാര്യമാണ്. അവരുടെ ഭർത്താവ് മരണപ്പെട്ട വിധവയാണ് അവരെന്ന് എനിക്കറിയാം. ആ സഹോദരി പറയുന്നു, എന്റെ ഭർത്താവ് മരണപ്പെടുമ്പോൾ എന്റെ വീട്ടിൽ ഒരു നാണയം പോലും സമ്പാദ്യമായി അവശേഷിപ്പിച്ചിരുന്നില്ല. എന്റെ വീട്ടിൽ ഒരു ദിവസത്തെ റൊട്ടിക്കുള്ള മാവ് പോലും ഉണ്ടായിരുന്നില്ല. എന്റെ കുഞ്ഞുങ്ങളും ഞാനും പട്ടിണിയായിരുന്നു. എന്റെ ഭർത്താവ് മരിച്ചതിന് ശേഷം എന്റെ വീടിന്റെ ബുദ്ധിമുട്ട് ഞാൻ ആരോടും പറഞ്ഞില്ല. എന്റെ വീട്ടിലെ പട്ടിണിയെപ്പറ്റി ഞാൻ ആരോടും സംസാരിച്ചില്ല. പക്ഷേ ദിവസങ്ങളായി എന്റെ കുഞ്ഞുങ്ങൾ പട്ടിണി കിടന്ന് എന്റെ കുഞ്ഞുങ്ങൾ മരിച്ചു പോകുമോ എന്ന ഘട്ടം വന്നപ്പോൾ ആരോടെങ്കിലും പോയി പറഞ്ഞ് എന്തെങ്കിലും സഹായം തേടിക്കൊണ്ടുവന്ന് മരണത്തോട് മല്ലടിക്കുന്ന യതീമീങ്ങളായ എന്റെ പൊന്നോമന മക്കൾക്ക് കൊടുക്കണം. അത് കൊടുക്കാൻ വേണ്ടി ഞാൻ ഇറങ്ങി എന്റെ വീട്ടിൽ നിന്ന്. എന്റെ മക്കൾ അവശരായി കിടക്കുന്ന മക്കളുടെ തളർന്ന ശരീരം നോക്കിക്കൊണ്ട്, അവരുടെ താണു തുടങ്ങിയ കണ്ണു നോക്കിക്കൊണ്ട് ഞാൻ അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങിപ്പോയി. എവിടെങ്കിലും പോയി ആരോടെങ്കിലും എന്തെങ്കിലും യാചിച്ചു കൊണ്ടുവന്ന് എന്റെ പൊന്നോമന മക്കൾക്ക് വിശപ്പടക്കാൻ കൊടുക്കണമെന്ന് കരുതി പോകുമ്പോഴാ ഞാൻ കാണുന്നു ഒരു ചത്ത കോവർ കഴുതയുടെ ശരീരം പക്ഷികൾ കൊത്തിക്കേറിക്കൊണ്ടിരിക്കുന്നത് കാണുകയാ. ആ ചത്ത കഴുതയുടെ ശരീരത്തിന്റെ അടുത്ത് ചെന്ന് നിന്നപ്പോൾ മരണത്തോട് മല്ലടിക്കാൻ പോകുന്ന എന്റെ ഈ മക്കളുടെ ഓർമ്മ എനിക്ക് വന്നു. ആ പൊന്നോമന മക്കളുടെ മുഖം എന്റെ മനോമുകുരത്തിൽ തെളിഞ്ഞു വന്നപ്പോൾ മരണത്തോടെടുക്കുന്ന എന്റെ മക്കളുടെ വിശപ്പടക്കാൻ ഒരാൾ മരിക്കാൻ പോകുന്ന ഘട്ടത്തില് ശവം കഴിക്കലും ഹലാലാണല്ലോ മോഫത്തെ. എന്റെ പൊന്നോമന മക്കൾക്ക് വേറൊന്നും കൊടുക്കാനില്ലാത്തപ്പോൾ ഈ മാംസത്തിന്റെ ഭാഗം ഞാൻ വീട്ടിലേക്ക് പോയി കത്തിയെടുത്തു കൊണ്ടുവന്ന് ചീഞ്ഞു തുടങ്ങിയ ആ ഒട്ടകത്തെ, ആ കഴുതയുടെ കോവർ കഴുതയുടെ മാംസം, ആ മാംസത്തിന്റെ ഏറ്റവും മാംസമുള്ള കാലിന്റെ ഭാഗം ഞാൻ മുറിച്ചെടുത്തു. അത് ഞാൻ എന്റെ വീട്ടിൽ കൊണ്ടുവന്നു. അത് ഞാൻ എന്റെ വീട്ടിൽ പാകം ചെയ്യുകയാ. ആ ഇറച്ചിയാണ് ഞാൻ പാകം ചെയ്യുന്നത്. ഇറച്ചിയിലിടുന്ന കൊച്ചു കൊച്ചു സാധനങ്ങൾ എന്റെ വീട്ടിൽ ഇരുന്നത് കൊണ്ട് അതിന്റെ സുഗന്ധം അടിച്ചു വീശുകയാ. പറയുക മോഫത്തെ, എനിക്കും എന്റെ കുഞ്ഞുങ്ങൾക്കും ഈ ഇറച്ചി ഹലാലല്ലേ? നിങ്ങൾക്കും നിങ്ങളുടെ ഭാര്യയ്ക്കും ഇത് ഹറാമല്ലേ? ഞാൻ പൊട്ടിക്കരഞ്ഞു പോയി ആ വീടിന്റെ മുന്നിൽ നിന്നുകൊണ്ട്. ദിവസങ്ങളോളം പട്ടിണി കിടന്ന യതീം മക്കള്, ദിവസങ്ങളോളം പട്ടിണി കിടന്ന വിധവയായ സഹോദരി, എന്റെ പ്രിയപ്പെട്ട സമുദായത്തിലെ എന്റെ സഹോദരി അനുഭവിച്ച വേദന, ആ പട്ടിണിയും ദാരിദ്ര്യവും എന്നെ അസ്വസ്ഥനാക്കി. ഞാൻ ഇതിനേക്കാൾ എത്രയോ മുകളിലാണെന്നുള്ള സന്തോഷവും അതിൽ അല്ലാഹുവിനുള്ള സ്തുതിയും ഞാൻ രേഖപ്പെടുത്തി. ഞാൻ നേരെ വീട്ടിലേക്ക് വന്നു. ഇറച്ചി കൊണ്ടുവരുമെന്ന് കരുതി കാത്തിരുന്ന എന്റെ ഭാര്യയ്ക്ക് കാലിപാത്രം തിരിച്ചു കൊടുത്തിട്ട് എന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ മുന്നിൽ നിന്ന് പരിശുദ്ധ ഹജ്ജിന് പോകാൻ വേണ്ടി ഞാൻ ചെരുപ്പ് കുത്തി കാത്തു വെച്ചിരുന്ന നാണയങ്ങളുടെ കിഴി ഞാൻ എടുത്തു. അതും കൊണ്ട് ഞാൻ അനാഥ കുഞ്ഞുങ്ങളുടെ അടുക്കലേക്ക് പോയി. ആ അനാഥ കുഞ്ഞുങ്ങൾക്കും ആ വിധവയായ സഹോദരിക്കും അതുകൊണ്ട് കൊടുത്തു. പരിശുദ്ധ ഹജ്ജിന് പോകാൻ വെച്ചിരുന്നതാ ഞാൻ. പക്ഷേ എനിക്ക് ഹജ്ജ് നിർബന്ധമില്ല പെങ്ങളെ. ഞാൻ ഹജ്ജ് ചെയ്തില്ലെങ്കിൽ എന്റെ റബ്ബനോട് ചോദിക്കില്ല. പക്ഷേ നിങ്ങൾ പട്ടിണി കിടന്ന് മരിച്ചാൽ എന്റെ റബ്ബനോട് ചോദിക്കും. എനിക്ക് സമാധാനം പറയാതിരിക്കാനാവില്ല. അതുകൊണ്ട് ഇത് തീരുന്നത് വരെ നിങ്ങൾ ജീവിക്കുക എന്ന് പറഞ്ഞ ആ നാണയത്തുട്ടുകളുടെ കീഴിൽ ഞാൻ അവർക്ക് കൊണ്ട് കൊടുത്തു. അബ്ദുല്ലാഹിൽ മുബാറക്കേ, ഇതാണ് ഞാൻ ചെയ്ത കർമ്മം. ഇതെന്റെ റബ്ബ് സ്വീകരിച്ചെന്നോ? എന്റെ റബ്ബെന്നെ ഹാജിയായി പരിഗണിച്ചെന്നോ? സ്വീകരിക്കപ്പെടാത്ത ഹജ്ജുകൾ സ്വീകരിക്കാൻ ഈ പാവപ്പെട്ട ഞാൻ കാരണക്കാരനായെന്നോ? അബ്ദുല്ലാഹിൽ മുബാറക്ക് താടിയിൽ നിന്ന് തിറ്റു വീഴുന്ന കണ്ണീര് തുടച്ചുകൊണ്ട് മോഫക്കിനെ കെട്ടിപ്പിടിച്ച് ചുംബിച്ചുകൊണ്ട് മോഫക്കിനോട് പറയുന്നു, ഭാഗ്യവാനാണ് മോഫക്കേ. ഒരുപാടായിരം ദിനാറുകൾ ചെലവാക്കി പരിശുദ്ധ ഹജ്ജിന് പോയ ഞങ്ങളെക്കാൾ
ചെരുപ്പ് കുത്തി കിട്ടിയ നാണയത്തൊട്ടുകൾ കൊണ്ട് നീ പുണ്യം കരസ്ഥമാക്കിയല്ലോ, ഭാഗ്യവാനാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് രമ്യഹർമ്മങ്ങളുണ്ട്, നമുക്ക് താമസിക്കാൻ വീടുകളുണ്ട്, നമ്മുടെ പ്രിയപ്പെട്ട പൊന്നോമന മക്കളെ കല്യാണം കഴിച്ചു കൊടുക്കാനുള്ള കൊച്ചു കൊച്ചു സൗകര്യങ്ങൾ നമുക്കുണ്ട്, നമുക്ക് അത്യാവശ്യത്തിന് വാഹനങ്ങളുണ്ട്, നമുക്ക് ജീവിക്കാനുള്ള സമ്പാദ്യമുണ്ട്. എന്നാൽ പാഠമില്ലാത്ത 10-25 വയസ്സായിട്ട് കല്യാണം കഴിച്ചു കൊടുക്കപ്പെടാൻ കഴിയാത്ത പാവപ്പെട്ട അനാഥകളും നിർധനരുമായ സഹോദരിമാരുടെ കല്യാണം അത് നടത്തിക്കൊടുക്കുന്നതിന് വേണ്ടി എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാര്, സാമ്പത്തിക ശേഷി ഉള്ളവരും സാമ്പത്തിക ശേഷി ഇല്ലാത്തവരും ഒരു മുവഫ്ഫഖാവുക. ഫമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറ വമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ശർറൻ യറ. ഒരൽപ്പം, ഒരു അണുമണി തൂക്കം നന്മ ചെയ്താൽ ആ നന്മ അല്ലാഹു തആല നാളെ ആഖിറത്തിൽ നമ്മളെ കാണിക്കും, നമ്മൾ കാണും.